നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഷക്കീർ പറഞ്ഞേ ഓനക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, അതിന്റെ അഡാപ്റ്റർ വെക്കാൻ ഒരു ചെറിയൊരു ബോക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു മരം എടുത്ത് നമുക്ക് വരാം. 1 ഫീറ്റ് വീതി, 1 ഫീറ്റ് ഹൈറ്റ്, അതിന്റെ ഉൾ സൈഡ് ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് ആ ഒരു സൈസാണ് വേണ്ടത്. 14 ഇഞ്ചിൽ മാർക്കാക്കിയിട്ടുണ്ട്. ഒറ്റക്കെട്ടില് കട്ടാക്കിയിട്ട് കയറണം. സിമ്പിളാണ്. 4 പീസ് ഇങ്ങനെ വെക്കുന്ന, സ്ക്രൂ ചെയ്യുന്ന, പെയിന്റ് അടിക്കുന്ന, കൊണ്ടായിട്ട് ഫിറ്റ് ആക്കുന്ന, അത്ര തന്നെ. ചെറിയ പണി. ഗം ഇട്ടിട്ട് മുള്ളെണ്ണ അടിച്ചു കൊടുക്കാം. 26 സെന്റിമീറ്റർ, 32 സെന്റിമീറ്റർ ആ ഒരു സൈസില് പലയോ ഇല്ലെങ്കിൽ പ്ലൈവുഡ് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിലേക്ക് അടിച്ചു കൊടുക്കാം. ഒരു പ്ലൈവുഡ് കിട്ടിയിട്ടുണ്ട്. സൈഡ് കട്ടാക്കിയിട്ട് ഇത് തന്നെ വെച്ച് കൊടുക്കാം. ഈ ഒരു മിഷൻ എന്താ ഗുണമുള്ള, എത്ര വീതി ഉണ്ടെങ്കിലേ ഒറ്റ കട്ടിൽ കട്ടായി തീർന്നു. ജസ്റ്റ് നോക്കിക്കോ. $32 സെന്റിമീറ്റർ ഉണ്ട്. ആ ഒരു വീതിയിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടിൽ കട്ടാക്കാൻ കഴിയും. വേറെ എന്താ പറയുക ബെനിഫിറ്റ് ഉള്ള, നമുക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കില്ലേ ലേസർ ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കില്ലേ ആ ഒരു മാർക്കിങ് കറക്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ പല കട്ടാക്കിയിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിൽ വെക്കുക, ഗമ്മിട ആണിയടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ബാക്കിലേക്കുള്ള പണി നമുക്ക് സെറ്റാവും. ഇനി ഫ്രണ്ടിലേക്കുള്ള ഒരു ഡോർ, അതിനൊരു പല എടുത്തിട്ട് അതും കട്ടായിട്ട് ഇടാം. ഗമ്മിലില്ലേ ഒരു കോംപ്രമൈസ് ഇല്ല. ഗമ്മ് ബാണ്ട അത്ര കൊടുക്കാൻ, ഗമ്മിലാണ് ഇതിന്റെ സ്ട്രെങ്ത് അല്ലോ. ഫുള്ള് കാക്കത്തൂരിയെ പോരായി കൊറേ ആയിപ്പോയാന്ന് ഗമ്മ്. മതി, ഇതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം. ബാക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് ഡോറ് കൂട്ടണം. ഡോറിന് ഇൻസൈഡിലേക്ക് വരുന്ന രീതിയിലാണ് കൂട്ടേണ്ടത്. പല വന്നെങ്കിൽ കുറച്ചും കൂടി തടി കുറയും. അപ്പോൾ സ്പേസിലാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് പ്ലൈവുഡ് തോന്നുന്നു. ഒരു അരേഞ്ചിന്റെ ഒരു ചെറിയൊരു കട്ടിച്ച് പ്ലൈവുഡ് ഉണ്ട്. ഇതാകുമ്പോഴേക്ക് ഉള്ളിൽ വെച്ചെങ്കിലും വലിയ തടി കുറയാനില്ല. ബിഗ് പ്രോബ്ലംസ്. ഇഞ്ചസ് വെക്കാനായിട്ട് ഒരു ചെറിയൊരു പീസ് ഇവിടെ വെച്ചടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചസ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂവും കൂടി ചെയ്ത് കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞ്. ഡോറിന്റെ ചെറിയ സ്ക്രൂ വെച്ച് കൊടുക്കുന്നുണ്ടാവേ. PH1 ആവേ വെച്ച് കൊടുക്കുന്നുള്ള. നോർമൽ സ്ക്രൂ PH2 ആയിരിക്കും. ഇത് ഹെഡ് ചെറുതെല്ലാം വരുന്നത് PH1 ആണ്. ഓക്കെ, അങ്ങനെ ഡോർ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഡോറ് ആയിട്ടുണ്ട്. ഇനി ഒരു ലോക്കും കൂടി വെച്ച് കൊടുത്തെങ്കിൽ നമ്മുടെ ബോക്സിൻ്റെ 30% പണി കഴിഞ്ഞു. ഇപ്പോൾ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ച് ലോക്ക് കിട്ടിയിട്ടാണ്. ലോക്ക് അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ടെമ്പററി ആയിട്ട് മാഗ്നറ്റ് ലോക്ക് വെച്ചിട്ടുണ്ട്. അതിന് പുറത്തായിട്ട് ഒരു ചെറിയൊരു മുട്ട ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ആക്കിയെങ്കിൽ നമ്മുടെ ബോക്സിൻ്റെ പണി ഫുള്ളായിട്ട് കഴിയും.
ബോക്സിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഡോറായി സെറ്റപ്പായി. ഇനി ഒന്ന് പെയിന്റ് അല്ല, ജസ്റ്റ് ഒരു പോളിഷ് ഒന്ന് അടിച്ചെങ്കിലേ നമ്മുടെ പണി കഴിഞ്ഞു. മുമ്പ് അടിച്ച പെയിന്റിന്റെ ബാക്കി ഉണ്ടായിന്, അതന്നെ കൊടുക്കാം. പ്ലാനിന്റെ കളർ ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ?